ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഗ്ലിറ്റർ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫാബ്രിക്കിൽ ജസ്റ്റ് ചെറിയ ചെറിയ പ്രിന്റുകൾ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി റെഡി ടു യൂസ് ആണ്, ഒന്നും തന്നെ നമുക്ക് ചെയ്യുവാനില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ എങ്ങനെ ഡിസൈൻ ചെയ്തതെന്ന്. ഇനി നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഇതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ ഇത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, അറ്റത്ത് ചെയ്തിട്ട് നമുക്ക് ഒരു റൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കുവാൻ. കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്ത്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗി ഇത് ചെയ്താൽ നിങ്ങൾക്ക് വേറെ നല്ല നല്ല ഡിസൈനുകൾ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഡിസൈൻ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് സിമ്പിൾ ബീഡ്സ്, കണ്ടോ, ഞാനിതിനു വേണ്ടി വൈറ്റ് ബീഡ്സ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ബീഡ്സ് നമുക്ക് ഓരോന്ന് വീതം നമുക്കൊന്ന് തയ്ച്ചു പിടിപ്പിക്കാം. ബീഡ്സ് ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. വെള്ള ബീഡ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബീഡ്സ് ഇതിൽ തുന്നിച്ചേർത്തു. അതിനുശേഷം നമ്മുടെ ഈ ഗ്ലൂ നമുക്കൊന്ന് ഇതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ എത്ര ക്വിക്കായിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നതെന്ന്. ബീഡ്സും അതിന് ചുറ്റും ഗ്ലിറ്റർ ഗ്ലൂ മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാം. ബീഡ്സോ മിറർ വർക്കോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ ചുരിദാറയിലെ എന്തെങ്കിലും പാറ്റേൺസ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇത് പോകത്തില്ല കേട്ടോ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ല എലഗൻ്റ് ആയിട്ട് തോന്നും. ഒന്നുകൂടെ ഷ്രിങ്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. പക്ഷേ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് തന്നെ ലീവ് ചെയ്യണം. ഒരു 2-3 മണിക്കൂറത്തേക്ക് തന്നെ, ഒരു 2 മണിക്കൂറത്തേക്കെങ്കിലും തൊടാതെ എവിടെയെങ്കിലും മാറ്റി വെക്കുക. അല്ലെങ്കിൽ ചെറിയ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണങ്ങി തന്നെ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡ് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.